ക്രിസ്തീയ പ്രഭാഷകരെ, നിങ്ങളുടെ ബൈബിളിൽ ത്രൈകത്വം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിപ്രകാരം 3 തരംതിരിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി ഇരിപ്പതാക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കൊരിന്ത്യർ 13-ാം അധ്യായം 14-ാമത്തെ വരികളിൽ പറയുന്നു. എന്നാൽ നിങ്ങൾ ഒന്നറിയുക, യഥാർത്ഥത്തിലെ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ എന്ന് അറബി ഭാഷയിൽ ചേർത്തിട്ടില്ല. തമിഴിലും മലയാളത്തിലുമുള്ള ബൈബിളിൽ മാത്രമേ അപ്രകാരം ചേർത്തിട്ടുള്ളൂ. സത്യവേദ പുസ്തകമായ നിങ്ങളുടെ പുസ്തകത്തിൽ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇല്ലാത്തത് ചേർക്കുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വരിയിൽ ഇപ്രകാരം പറയുന്നു: എന്റെ മുമ്പാകെ അന്യദൈവങ്ങൾ നിനക്കൊണ്ടാകരുത്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 39-ാം വരി ഇപ്രകാരം പറയുന്നു: ഞാൻ തന്നെ അവനാകുന്നു, എന്നോടുകൂടി മറ്റു ദൈവമില്ല. യെശയ്യാ 4-5 അധ്യായങ്ങൾ 5 മുതൽ 8 വരെ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല, ഞാൻ യഹോവയാകുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-15 വാചകങ്ങൾ ഇപ്രകാരം പറയുന്നു: ഇരിക്കുന്നവനായ ഞാനിരിക്കുന്നു, എബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ യഹോവ, ഇത് എന്നേക്കും എന്റെ നാമവും ഇത് തലമുറയായി എന്റെ ഓർമ്മ പ്രസ്താവവുമാകുന്നു. മത്തായി 22-ാം അധ്യായം 31-32 വരികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മേൽ പറയപ്പെട്ട വിഷയത്തെപ്പറ്റി യേശു സമ്മതിച്ചുകൊള്ളുന്നതിനെ നോക്കുവിൻ. അതായത്, ഞാൻ മാത്രമാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കൊണ്ടാകരുത് എന്ന് അഹങ്കാരത്തോടുകൂടി പറയുന്ന ഒരു ദൈവത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ സ്വാർത്ഥതയെ അംഗീകരിക്കുന്ന യേശുവിന്റെ വരികൾ ശ്രദ്ധിക്കുക. ഞാൻ എബ്രഹാമിന്റെ ദൈവവുമാകുന്നു എന്ന് അവൻ പറഞ്ഞിരിക്കുന്നതിനെ നിങ്ങൾ വായിച്ചില്ലയോ? മത്തായിയുടെ 22-ാം അധ്യായം 11, 31, 32 വരികളാണിത്. മത്തായി 13-ാം അധ്യായം 17-ാം വാചകങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: ഒരുവൻ യേശുവിനെ നല്ലവൻ എന്നും പറഞ്ഞപ്പോൾ യേശു അവനോടായിട്ട്, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനൊഴികെ നല്ലവൻ ഒരുത്തനുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മാർക്കോസ് 12-ാം അധ്യായം 32-ാം വരിയിൽ ഒരുവൻ ഒരു ദൈവമേയുള്ളൂ, അവൻ ഒഴികെ മറ്റാരുമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യേശു ശരി തന്നെ എന്ന് സമ്മതിച്ചു. യോഹന്നാൻ 14-ാം അധ്യായം 22-ാം വാചകത്തിൽ ഇപ്രകാരം പറയുന്നു: പിതാവ് എന്നേക്കാൾ വലിയവനാകുന്നു എന്ന് യേശു പറയുന്നു. അപ്പോസ്തലർ 2 അധ്യായം 22-ാം വരിയിൽ യേശുക്രിസ്തുവായ മനുഷ്യനെ ദൈവം സമ്മതിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കുക. 1 കൊരിന്തി 11-ാം അധ്യായം 3-ാമത്തെ വാചകത്തിൽ മനുഷ്യനും ക്രിസ്തുവിനും എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസം ദൈവത്തിനും ക്രിസ്തുവിനും തമ്മിലുണ്ടെന്നുള്ള അർത്ഥത്തിൽ ഇതാ സകല പുരുഷനും തല ക്രിസ്തുവാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. ക്രിസ്തുവിന് തല ദൈവമെന്നും ഇങ്ങനെ പറഞ്ഞു പോയാൽ അധിക വിസ്താരമാകുന്നു എന്ന് കരുതി ഇനിയുള്ള അധ്യായങ്ങളിൽ ഞാനിതാ പറയുന്നതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: യേശു ഒരു സാധാരണ ദൈവപുത്രൻ പോലും അല്ലാതെ സാധാരണ മനുഷ്യൻ മാത്രമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന സങ്കല്പം ബൈബിളിന്റെ യാഥാർത്ഥ്യത്തിൽ ഇല്ല തന്നെ. അവിടെ പരിശുദ്ധാത്മാവും പിതാവും പുത്രനുമെല്ലാം ചേർന്ന് ഒരു യഹോവ മാത്രമാണ്. കാരണം ഞാനല്ലാതെ മറ്റൊരുത്തനും നിനക്കുണ്ടായിക്കൂടാ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് അത് വ്യക്തമാണല്ലോ. അതായത് ബൈബിൾ പ്രകാരം തന്നെ ത്രൈകത്വമില്ലെന്ന് നിശ്ചയമാകുന്നു. ഇനിയെങ്കിലും ത്രൈകത്വം എന്ന വാക്കിനെ നിങ്ങൾ മറന്നുകളവിൻ. മനുഷ്യർ അനുഭവിക്കേണ്ടതായ ദണ്ഡത്തെ താൻ അനുഭവിച്ചു എന്ന് ക്രിസ്തു പറയുന്നുണ്ടല്ലോ. അവനവൻ ചെയ്ത കുറ്റത്തിന് അവനവൻ തന്നെ ദണ്ഡമനുഭവിക്കേണ്ടതല്ലാതെ മറ്റൊരുവൻ ദണ്ഡിക്കപ്പെടുന്നത് നീതിയാണോ? ഒരുത്തന്റെ വിശപ്പ് മറ്റൊരുത്തൻ ഭക്ഷണം കഴിച്ചതുകൊണ്ട് ശമിക്കുമോ?
ഒരുവന്റെ വ്യാധി മറ്റൊരുവൻ മരുന്നു സേവിച്ചാൽ ശമിക്കുമോ? ഹെസക്കൽ 18 20 വാചകത്തിൽ പാപം ചെയ്യുന്ന ആത്മാവോ അത് മരിക്കും. പുത്രൻ പിതാവിന്റെ അതിക്രമത്തെ വഹിക്കയില്ല, പിതാവ് പുത്രന്റെ അതിക്രമത്തെ വഹിക്കയുമില്ല. നീതിമാന്റെ നീതി അവന്റെ മേലിരിക്കും, ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലിരിക്കും. ആവർത്തന പുസ്തകം 24 14 വരി. പുത്രന്മാർക്കു വേണ്ടി പിതാക്കന്മാർ കൊല ചെയ്യപ്പെടുകയും അരുത്. അവനവൻ തന്നെ തന്റെ പാപം നിമിത്തം കൊല ചെയ്യപ്പെടണം. ഇപ്രകാരം നിങ്ങളുടെ ബൈബിൾ പറയുമെങ്കിൽ മനുഷ്യർ അനുഭവിപ്പാനുള്ള ദണ്ഡത്തെ ക്രിസ്തു താൻ തന്നെ അനുഭവിച്ചു എന്ന് പറയുന്നത് അല്പമെങ്കിലും ശരിയാകുമോ? നമ്മളുടെ എല്ലാവരുടെയും തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളുമെല്ലാം മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് അവനെ കുരിശിൽ തറയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ പാപം ഇല്ലാതാകുകയില്ല എന്ന് മേലുദ്ധരിച്ച വരികളിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പോൾ നിങ്ങൾ നടത്തുന്ന മതപ്രാസംഗത്തിലൂടെ സംഭവിക്കുന്നതെന്താണ്? നിങ്ങൾക്കു വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. നിങ്ങളുടെ പാപം ഒരിക്കലും യേശുക്രിസ്തുവിന് ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങളുടെ ബൈബിൾ പറയുന്നതിന് വിപരീതമല്ലേ നിങ്ങൾ പറയുന്നത്? സ്വാഭാവികമായും മറ്റെല്ലാ കാര്യങ്ങളും വിപരീതം പറയുന്നത് കൊണ്ട് ഇതും വിപരീതമായി എന്ന് മാത്രമേ ധരിക്കേണ്ടതുള്ളൂ. അല്ലയോ ക്രിസ്തീയ പ്രാസംഗികരെ, പുത്രനായ ക്രിസ്തു ഭർത്താവില്ലാതെ ഗർഭം ധരിച്ച കന്യകയുടെ വയറ്റിൽ ജനിച്ചവനെന്നും അദ്ദേഹത്തിന് ദൈവത്വം ഉണ്ടെന്നും ജന്മപാപം ഇല്ലെന്നും അത്ഭുതങ്ങളെ ചെയ്തെന്നും മരിച്ചതിന്റെ ശേഷം ജീവിച്ചെന്നും നിങ്ങൾ പറയുന്ന ശുദ്ധ നുണയാണെന്നും ആ ക്രിസ്തുദേവനല്ല, അത് മനുഷ്യൻ മാത്രമാണെന്നും ആ മനുഷ്യന് നിങ്ങളുടെ എല്ലാവരുടെയും പാപം ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്നും വളരെ വളരെ വ്യക്തമായി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞുവല്ലോ. ഇനി നിങ്ങളുടെ എല്ലാ പേരുടെയും പാപത്തെ യേശുക്രിസ്തു സ്വയം വഹിച്ചു എങ്കിൽ ഒരു നീതി കൂടി നിങ്ങൾ പറയേണ്ടതുണ്ട്. അതിപ്രകാരമാണ്: അനന്തകോടി ജീവന്മാർ നിത്യകാലവും അനുഭവിക്കേണ്ടതായ സകല വേദനകളെയും ക്രിസ്തു തനിച്ച് അല്പകാലം കൊണ്ട് അനുഭവിച്ചു കളഞ്ഞു എന്നുള്ളത് ശരിയാകുമോ? സർവസാമർത്ഥ്യം കൊണ്ട് അങ്ങനെ ചെയ്തു എങ്കിൽ അല്പകാലം പോലും താൻ വേദനപ്പെടാതെ സർവസാമർത്ഥ്യം കൊണ്ട് അന്യന്മാരുടെ വേദനകളെ വിലക്കിക്കളയരുതാഞ്ഞോ? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അപ്രകാരം ചെയ്തത്? സ്വന്തം വേദന പോലും മാറ്റാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് എപ്രകാരമാണ് മറ്റുള്ളവരുടെ വേദനയും പാപവും ഇല്ലാതെയാക്കുവാൻ സാധിക്കുക? നിങ്ങളുടെ തന്നെ ബൈബിൾ നിയമപ്രകാരം ഇപ്രകാരം ഒരു ന്യായം കൂടി വന്നു ചേരുന്നു: ഇഹത്തിൽ അല്പം പാപം ചെയ്തവരും പരത്തിൽ നിത്യവേദന അനുഭവിക്കുമെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ആ സ്ഥിതിക്ക് എല്ലാ മഹാപാപങ്ങളെയും തന്നിൽ ഏറ്റുകൊണ്ട് ക്രിസ്തു ഇഹത്തിലും പരത്തിലും അത്യന്തഘോര വേദനകളെ നിത്യവും അനുഭവിക്കേണ്ടതാണ് എന്നുള്ളതിനു പ്രമാണം നിങ്ങളുടെ തന്നെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ദൈവരാജ്യം വരുത്തുവാൻ സാധിക്കുക? സ്വയം ഘോരമായ വേദനകളെ അനുഭവിച്ചുകൊണ്ട് നിത്യനരകത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് മനുഷ്യനു വേണ്ടി സ്വർഗരാജ്യം നിർമ്മിക്കുവാൻ സാധ്യമാണ് എന്നുള്ളത് യുക്തിസഹജമല്ലല്ലോ. തന്റെ പുത്രൻ എന്ന വാത്സല്യം കൊണ്ട് യഹോവ ഇദ്ദേഹത്തിനെ നരകത്തിൽ തള്ളാതെ കണ്ട് വിട്ടയയ്ക്കും എന്നു വരികിൽ യഹോവ പക്ഷപാതമുള്ളവനായി പോകും. എന്നു മാത്രമല്ല, ഇത്രയും പുത്രവാത്സല്യമുള്ള യഹോവയായിരുന്നു എങ്കിൽ കുരിശിൽ കിടന്ന് പ്രാണവേദന അനുഭവിക്കുന്ന വേളയിൽ ഈ യഹോവ എന്ന ദൈവം എവിടെയായിരുന്നു നിന്നിരുന്നത്? അല്ലയോ ക്രിസ്തീയ പ്രാസംഗികരെ, നിങ്ങൾ പറയുന്നു മനുഷ്യർ മുമ്പേ ചെയ്തു പോയ പാപങ്ങളുടെ നിവൃത്തിക്കായിട്ട് മാത്രമല്ല, പിന്നീട് ചെയ്യുവാൻ പോകുന്ന പാപങ്ങളുടെ നിവൃത്തിക്കായിട്ടും കൂടി യേശുക്രിസ്തു പാടുപെട്ടു എന്ന് നിങ്ങൾ ആണയിട്ടു പറയുന്നുണ്ടല്ലോ. ഒരുത്തന് ഇനി വരുവാൻ പോകുന്ന സംവത്സരത്തിലെ വിശപ്പിനെയും കൂടി തീർത്ത് കളയുന്നതിലേക്ക് മറ്റൊരുത്തൻ ഇപ്പോൾ തന്നെ ഉണ്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ ആയതിനെ കുഞ്ഞുങ്ങൾ പോലും വിശ്വസിക്കുകയില്ല. പിന്നെ എപ്രകാരമാണ് സത്യവേദ പുസ്തകത്തിലെ ഈ വരികൾ നിങ്ങൾ വിശ്വസിക്കുക? നിങ്ങൾക്കും ഞങ്ങൾക്കും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഈ വരികൾ ആണയിട്ടുദ്ഘോഷിക്കുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നത് നിരന്തരം നുണയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും.
ഇത്രയും പറഞ്ഞതിനെ കാര്യമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമാകും. ഇങ്ങനെയെല്ലാം ഇരിക്കൊണ്ട് ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾക്കായിട്ട് ദണ്ഡിക്കപ്പെട്ടു എന്ന് പറയുന്നത് അല്പവും ചേരുകയില്ല എന്ന് മാത്രമല്ല, സത്യവുമല്ല. അത് ക്രിസ്തു പാപവിമോചനം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. അങ്ങനെ ചെയ്തു എങ്കിൽ പാപം പിന്നീട് ലോകത്തിൽ എങ്ങാനും ഇരിക്കുമോ? ഒരു മനുഷ്യൻ കൽപ്പനയെ അതിക്രമിച്ചതുകൊണ്ട് ഉണ്ടായ പാപം എല്ലാ മനുഷ്യരെയും പിടികൂടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുവൻ വിമോചനം ചെയ്തതുകൊണ്ട് കഴിഞ്ഞ പാപം തൽക്ഷണം തന്നെ എല്ലാവരിൽ നിന്നും വിട്ടുമാറിപ്പോയി എന്നുള്ള അഭിപ്രായം എന്താ കൊള്ളുകയില്ലയോ? അത് സത്യമല്ലാത്തതുകൊണ്ട് അത് ശരിയുമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാണല്ലോ. ക്രിസ്തു എല്ലാവരുടെയും മുൻപുണ്ടായിരുന്നതും പിന്നീട് ഉണ്ടാകുവാൻ പോകുന്നതുമായ പാപങ്ങളെയും നിവാരണം ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ ക്ഷണത്തിൽ തന്നെ സകലരും പാപത്തിൽ നിന്നും വേർപെട്ട് മുക്തന്മാരായി ഭവിക്കേണ്ടതാണ്. അങ്ങനെ ഭവിക്കാത്തതുകൊണ്ട് ക്രിസ്തു പാപവിമോചനത്തെ ചെയ്തില്ല എന്ന് വളരെയധികം നിശ്ചയമാകുന്നു. ക്രിസ്തുവിന് പാപവിമോചനം ചെയ്യുവാൻ സാധ്യമല്ല എന്നതും സത്യമാകുന്നു. മേലും ഒരു രാജാവാകട്ടെ താൻ വിധിച്ച കൽപ്പനകളെ ചില ജനങ്ങൾ അതിക്രമിച്ചു പോയെന്നു വരികിൽ അതിലേക്കായിട്ട് അവരെ ശിക്ഷിക്കയല്ലാതെ വിമോചനം ചെയ്തു വിടുക എന്നും ആ കുറ്റത്തിന് താനായിട്ട് നിവൃത്തിയുണ്ടാക്കുക എന്നും തന്റെ തലയിൽ മണ്ണുവാരി ഇട്ടുകൊള്ളുക എന്നും അന്യർക്കായിക്കൊണ്ട് തന്റെ മകനെ ദണ്ഡിപ്പിക്ക എന്നും ഉള്ളതെല്ലാം നീതിയും മഹിമയും ബുദ്ധിയും ന്യായവുമാണോ? ആകയാൽ മനുഷ്യരുടെ പാപത്തിനെ അവർക്ക് അനുഭവിപ്പാൻ ഇടവരാതെ അവർക്കുവേണ്ടി ക്രിസ്തു സ്വയം കുരിശിൽ കയറി ആണിയടിച്ചു വേദന അനുഭവിച്ച് ഏലി ഏലി ശബക്താനി, അല്ലയോ ദൈവമേ നീയും എന്നെ കൈവിട്ടുവോ എന്ന് ആർത്ത് രോദനം ചെയ്ത് വിമോചനം ചെയ്തു എന്നുള്ളത് അല്പവും സത്യമായിട്ടുള്ളതല്ല. മനുഷ്യൻ ചെയ്ത എല്ലാ പാപത്തിനും വേണ്ടി യേശു ക്രിസ്തു കുരിശിൽ സ്വയം അർപ്പിച്ചു എന്നാണ് നിങ്ങൾ വീണ്ടും പറയുന്നത് എങ്കിൽ എല്ലാ മനുഷ്യരും മനോവാക്കായ കർമ്മങ്ങളിൽ ചെയ്തിരിക്കുന്ന ഒരു പാപവും അവനെ ബാധിക്കുകയില്ലല്ലോ. ചെയ്ത പാപത്തിനു വേണ്ടി സൗകര്യം പോലെ പശ്ചാത്തപിച്ചാൽ മാത്രം മതിയല്ലോ. അപ്രകാരം പശ്ചാത്തപിച്ചതിനു ശേഷം ക്രിസ്തുവെ വിശ്വസിക്ക, സ്നാനം ഏൽക്ക, നൽകരുണ സ്വീകരിക്ക, മുഴങ്കാലിൽ നിന്നുകൊണ്ട് കൈകളെ രണ്ടിനെയും മലർത്തി മേൽപോട്ടു നോക്കി കണ്ണുകളെ മൂടിക്കൊണ്ട് ക്രിസ്തുവിനെ പ്രാർത്ഥിക്ക, അദ്ദേഹത്തിന്റെ കൽപ്പനയെ പ്രചാരിക്ക, പുണ്യങ്ങളിൽ യാതൊന്നിനെയും ചെയ്യാതെ എല്ലാ പേരും ചുമ്മാതെയിരുന്ന് മുക്തിയെ പ്രാപിക്കാമല്ലോ. ഇപ്രകാരം ചെയ്യുന്നതിൽ ഏതെങ്കിലും വസ്തുതയുണ്ട്, സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാണോ? അപ്രകാരം ചെയ്യുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല. വെറുതെ ഒരു വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് മേൽപോട്ടു നോക്കി പ്രാർത്ഥിച്ചാൽ എപ്രകാരമാണ് അവന്റെ പാപങ്ങളെല്ലാം ഇല്ലാതെയാവുക? എപ്രകാരമാണ് അവൻ ചെയ്യേണ്ട പുണ്യം ചെയ്യാതെ സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുക? ഇപ്രകാരമുള്ള നിങ്ങളുടെ പ്രസംഗം യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല, പൂർണമായും നുണയാണ് താനും. ഇത്രയെല്ലാം പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു. ക്രിസ്തുവിന്റെ ചിന്താധാരകളോ ക്രിസ്ത്യാനികളുടെ വഴികളോ ഒന്നും തന്നെ സത്യത്തിന്റെയോ മോക്ഷത്തിന്റെയോ മാർഗമല്ല. അതിൽ പരസ്പര വിരുദ്ധങ്ങളായി അനവധി വരികളുണ്ട് താനും. ഇപ്രകാരം എല്ലാം വ്യക്തമായിരുന്നിട്ടും നിങ്ങൾ മറ്റൊന്നു പറയുന്നു എന്ന് വിചാരിക്കുക. ക്രിസ്തുമതം എങ്ങും നിറഞ്ഞും ക്രിസ്ത്യാനിമാരുടെ സംഖ്യ അധികപ്പെട്ടും ഇരിക്കൊണ്ടും തന്നെ ഈ മതം ഉന്നതമായും ശരിയായും ഉള്ളതെന്ന് മുന്നും പിന്നും നോക്കാതെ പാതിരിമാർ മുതലായവർ പറയുകയും ഹിന്ദുക്കളിലും ചിലര് അതിനെ കേട്ട് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്തു വരുന്നു. ആ സ്ഥിതിക്ക് സത്യവും ന്യായവും ചിലയിടത്തും അസത്യവും അന്യായവും പലയിടത്തും ഉണ്ടായിരിക്കൊണ്ട് കൂടുതലായിരിക്കുന്ന അസത്യവും അന്യായവും തന്നെ പ്രധാനവും ഉത്തമവുമായിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. ആയതുകൊണ്ട് നിറഞ്ഞും കുറഞ്ഞും ഇരിക്കുന്നതിനെ കണക്കാക്കി മേന്മ താഴ്മ പറയുന്നത് ന്യായമല്ല. ലോകത്തിൽ അസത്യവും അധർമ്മവും കൊടികുത്തി വാഴുന്നത് നിങ്ങൾ കണ്ടിരിക്കും. ലോകത്തിലെല്ലാ സ്ഥലത്തും ഇപ്രകാരം
നീചവും നികൃഷ്ടവുമായ ചിന്താധാരകളും കർമ്മങ്ങളും ഉള്ളതുകൊണ്ട് അത് ശ്രേഷ്ഠമാണെന്ന വാദം പോലെയായിരിക്കും ലോകത്തെല്ലാ സ്ഥലത്തും ക്രിസ്തീയ ചിന്താധാരകൾ ഉള്ളതുകൊണ്ട് അത് ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തും ഇരിക്കുന്നത് കൊണ്ട് ഒരെണ്ണം നല്ലതാവണമെന്നില്ല. ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ചീത്തയാകണമെന്നുമില്ല. ഇപ്രകാരം പാവപ്പെട്ട ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളില് മുഴുവനും ക്രിസ്ത്യാനികളാണ് ഉള്ളത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യമല്ല, അത് നുണയാണ് എന്ന വസ്തുത മൂടിവെച്ചുകൊണ്ടാണ് ഹേ ക്രിസ്തീയ പ്രാസംഗികരെ നിങ്ങൾ ഈ അസത്യം പ്രചരിപ്പിക്കുന്നത്. ഇനി ലോകത്തെല്ലാ സ്ഥലത്തും ക്രിസ്തുമതം പ്രചരിച്ചു എന്ന് നിങ്ങൾ പറയുന്നതിന്റെ സത്യാവസ്ഥ കൂടി ഞാനിവിടെ വിവരിക്കാം. ക്രിസ്തു ജനിച്ച് 300 സംവത്സരങ്ങൾക്കു ശേഷം നിസ്സ എന്ന ദിക്കിലെ ജനങ്ങളുടെ സഹായം കൊണ്ട് കോൺസ്റ്റന്റൈൻ എന്ന ആൾ റോമാപുരത്തേക്ക് രാജാവായി വന്നു. അനന്തരം ഉപകാരം ചെയ്ത ആ ജനങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് കൈകൊണ്ടിരുന്ന ചില അഭിപ്രായങ്ങളെ ചേർത്ത് ഒരു മതമാക്കി. അതിനെ വർദ്ധിപ്പിക്കുന്നതിലേക്കു വേണ്ടി ക്രിസ്ത്യന്മാരാകുന്നവർക്ക് ആളൊന്നിന് 12 പൊന്നും പ്രത്യേകം വെള്ളവസ്ത്രവും കൊടുത്ത് 12,000 പുരുഷന്മാരെയും അസംഖ്യം സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും 1 സംവത്സരം കൊണ്ട് ചേർത്ത് അയാൾ തന്നെ ഇതര മതങ്ങളെ നാശം ചെയ്യുന്നതിനുതകത്തക്കവയായ അനേകം ചട്ടങ്ങളെ ഉണ്ടാക്കി ആരെങ്കിലും പഴയ ദേവതകൾക്ക് ബലിയിട്ടാൽ സ്വത്തുക്കളെ അപഹരിച്ചുകൊണ്ട് അവരെ കൊന്നുകളക പതിവായിരുന്നു എന്ന് ഗിബ്സണിന്റെ ഡിക്ലൈൻ ആൻഡ് ഫോൾ എന്ന പുസ്തകത്തിലെ 3-ാം വോളിയത്തിൽ 472-73 വരികളിൽ പറയുന്നുണ്ട്. ക്രിസ്തു ജനിച്ച് 380-ാം സംവത്സരം മുതൽ 394-ാം സംവത്സരം വരെ രാജാവായിരുന്ന തിയോഡോഷിയസ് എന്ന ആൾ ഇതര മതസ്ഥന്മാരെ സഭ കൂട്ടിക്കൂടാ എന്നും കൂടുന്ന കെട്ടിടങ്ങൾ രാജാവിനാൽ അപഹരിക്കപ്പെടുമെന്നും ക്രിസ്തുമതത്തെ അനുസരിക്കാത്തവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്നും ഉത്തരവ് നടത്തി എന്ന് ഗിബ്ബണിന്റെ പുസ്തകത്തിലെ 412-13 പേജുകളിൽ പ്രത്യേകം പറയുന്നുണ്ട്. അക്കാലത്തിൽ ക്രിസ്ത്യന്മാരാകാത്തവരുടെ മുതൽ കാര്യങ്ങളെ വിട്ടുകൊടുക്കാത്ത പക്ഷം ജീവനെ വിട്ടുകൊടുക്കേണ്ടി വരും. അവർ മരണശിക്ഷയ്ക്ക് വിധേയമാകുന്നവരാണ്. ഇപ്രകാരം കൊന്നും കൊലവിളിച്ചുമാണ് ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യൻ മതം പ്രചരിച്ചത് എന്നുള്ളത് സത്യമാണല്ലോ. 5-ാമത് നൂറ്റാണ്ടിൽ ഇപാദിയ എന്ന ഒരു സ്ത്രീ സ്വന്തം മതത്തെ ബോധിപ്പിച്ച ഒരു ക്രിസ്ത്യനെ അതിൽ ചേർക്കുന്നതിലേക്ക് ആരംഭിച്ചതിനാൽ അവളെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുചെന്ന് വസ്ത്രങ്ങളെ ഉരിഞ്ഞ് ദേഹത്തെ ഭിന്നഭിന്നമാക്കി മാംസത്തെ അറുത്തെടുത്ത് ബൈബിൾ പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 20 വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് അവളെ തീയിലിട്ടു കൊന്നു. അർമേനിയ എന്ന ദേശത്തിൽ തിയോഡറ എന്ന ചക്രവർത്തിനിയുടെ കാലത്തിൽ 100,000 പേരെ വരെ ക്രിസ്തുമതം സ്വീകരിക്കാത്തതിന് കൊന്നു എന്ന് ചരിത്രരേഖകൾ പറയുന്നു. 10-ാമത് നൂറ്റാണ്ടിൽ ഫ്രാൻസ് ദേശത്തെ രാജാവായ ചാൾസ് എന്ന ആൾ ക്രിസ്ത്യനാകുന്ന പക്ഷം തന്റെ മകളെയും സമ്പത്തിനെയും കൊടുക്കാമെന്നും നാർമൻ ദേശത്തെ റോലോ എന്ന ആളിനോട് സമ്മതിച്ചു പറയുകയും അയാൾ അപ്രകാരം ക്രിസ്ത്യാനിയായും ക്രിസ്തുമതം ഇന്നതെന്നു പോലും അറിയാതെ സ്വദേശികളെ എല്ലാവരെയും ക്രിസ്ത്യന്മാരാക്കുകയും ചെയ്തു. 10-ാമത് നൂറ്റാണ്ടിൽ തന്നെ പോളണ്ട് ദേശത്തെ രാജാവ് തന്റെ ഭാര്യയെ കരുതി ക്രിസ്ത്യനായ വർത്തമാനത്തെ 3-ാമത് പ്രൊഫജോൺ എന്ന ആൾ കേട്ടറിഞ്ഞ് ആ പട്ടണവാസികളെ ക്രിസ്ത്യന്മാരാക്കുവാൻ അനേകം പാതിരിമാരെ അയച്ചു. എന്നിട്ടും ആരും തന്നെ ക്രിസ്ത്യന്മാരാകാത്തതുകൊണ്ട് അന്യായ ചട്ടങ്ങളെ ഏർപ്പെടുത്തി അവരെ ദണ്ഡനം ചെയ്ത് അത് സഹിക്കാൻ പാടില്ലാത്ത ആ ദിക്കുകാര് എല്ലാവരും ക്രിസ്ത്യന്മാരായി. ക്രിസ്ത്യാനിയുടെ നന്മയോ ക്രിസ്തുവിന്റെ ഉപദേശമോ കൊണ്ടല്ല ഇവരാരും തന്നെ ക്രിസ്ത്യാനിയായത്, മറിച്ച് ദണ്ഡനം സഹിക്കവയ്യാതെ മാത്രമാണ് ഇവർ ക്രിസ്ത്യാനിയായത് എന്ന് ചരിത്രരേഖകൾ നിങ്ങളോട് പറയുന്നുണ്ട്. 10-ാമത് നൂറ്റാണ്ടിൽ റഷ്യ ദേശത്തെ രാജാവ്
ഗ്രീസ് ദേശത്തെ ക്രിസ്ത്യാനി സ്ത്രീയെ കല്യാണം കഴിച്ച് അവളുടെ നിർബന്ധത്തിൻ പേരിൽ താനും അതുനിമിത്തം ജനങ്ങളും ക്രിസ്തുമതത്തെ അനുസരിച്ചു. 10ാമത് നൂറ്റാണ്ടിൽ തന്നെ ഓട്ടോ എന്നവൻ ഡെൻമാർക്ക് ദേശക്കാരെ ജയിക്കുകയും അനന്തരം ജനങ്ങളോട് നിങ്ങൾ എല്ലാവരും ക്രിസ്ത്യന്മാരാകുമെങ്കിൽ സമാധാനപ്പെട്ടുകൊള്ളാം എന്ന് പറയുകയും ചെയ്യുകയാൽ മറ്റൊരാശ്രയമില്ലാത്ത ആ ജനങ്ങളെല്ലാവരും ക്രിസ്ത്യന്മാരായി. ഇപ്രകാരം നോർവേ ദേശക്കാരും ക്രിസ്ത്യന്മാരായി. ഇവരാരും തന്നെ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടോ ബൈബിള് പഠിച്ചിട്ടോ അതിന്റെ മഹത്വം കൊണ്ടോ അല്ല ക്രിസ്ത്യാനികളായത്. സഹിക്കവയ്യാത്ത വേദനയും സാമ്പത്തികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രാജാവിന്റെ ശിക്ഷയും മറ്റു ജനങ്ങളുടെ അക്രമവും സഹിക്കവയ്യാതെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് മാത്രമാണ് ക്രിസ്ത്യന്മാരായി തീർന്നത്. 6ാമത് നൂറ്റാണ്ടിൽ ചിൽട്ടറിക്ക എന്ന ഒരുവൻ ഫ്രാൻസ് ദേശത്തെ യഹൂദന്മാരെ നിർബന്ധിച്ച് ക്രിസ്ത്യാനികളാക്കി. 5ാമത് നൂറ്റാണ്ടിൽ എഫിയസ് എന്ന ദിക്കില് നടന്ന വലുതായ പാതിരി സമൂഹത്തിൽ ക്രിസ്തുവിനു വിരോധമായിട്ടു പറഞ്ഞവനായ പ്ലേവിയാസ് എന്ന പാതിരിയെ കൊല്ലുകയും അയാളുടെ കക്ഷിയിൽ ചേർന്നവരെ എല്ലാവരെയും തല്ലുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തത് സത്യമാണല്ലോ. 1229 വർഷത്തിൽ ടുലോസ് എന്ന ദേശത്ത് നിന്ന് വലിയ മീറ്റിംഗിൽ ദേശങ്ങൾ തോറും സഭകളും സഭ ഒന്നിന് ഒരു ഗുരുവും 2 ശിഷ്യന്മാരും ആ സഭക്കാർ അതാത് ദിക്കിലെ ക്രിസ്ത്യന്മാരാകാത്ത എല്ലാവരെയും ബലാത്കാരമായി പിടിച്ച് ക്രിസ്ത്യന്മാരാക്കുകയും തീരെ അവർ ക്രിസ്ത്യാനിയാവുകയില്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ കൊല്ലുകയും വേണമെന്ന് തീരുമാനിച്ചു. ഇതിന് മേൽവിചാരണക്കാരൻ 9ാമത് ക്രെക്കറിയും ആയിരുന്നു. ക്രിസ്ത്യന്മാരാകാത്തവരെ നഗ്നന്മാരായിട്ട് നിർത്തുക, മൊട്ടയടിക്കുക, മഹാവേദനപ്പെടുത്തുന്ന യന്ത്രത്തിൽ കിടത്തി കെട്ടുക, അതിൽ തന്നെ കാൽ കൈകളെ വിടർത്തി കെട്ടുക, മാംസം ഉടഞ്ഞ അരയത്തക്കവണ്ണം ദേഹത്തെ യന്ത്രത്തിൽ വെച്ച് അമർത്തുക മുതലായ കഠിനകൃത്യങ്ങളെ സഭക്കാരും അവരോട് പിന്നെ ചേർന്നവരും ചെയ്തു എന്ന് സിവിലി എന്ന ദിക്കിന്റെ വിചാരണകർത്താവായിരുന്ന ആളിന്റെ കൈപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇതിനെ വിസ്താരമായിട്ട് അറിയണമെങ്കിൽ ഡോക്ടർ റൂൾ എന്ന ആളിനാൽ എഴുതപ്പെട്ട വിചാരണ ചരിത്ര പുസ്തകത്തിൽ കാണാം. 1874 എഴുതിയ ഈ പുസ്തകത്തിലെ പേജ് 339 മുതൽക്ക് 359 വരെയുള്ള സംഖ്യകളിൽ ഈ വിവരണങ്ങൾ മുഴുവനും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ മനുഷ്യരെ വെച്ച് അമർത്തി കൊല്ലുവാനുള്ള ചിവോലൈറ്റ് എന്ന യന്ത്രത്തിൽ നല്ലതിൻവണ്ണം അമർത്തി തൊണ്ടവരെയും തുണിയെ ചെലുത്തി കൊല്ലുകയും മറ്റും ചെയ്തു. സഭക്കാർ സ്പാനിയ ദേശത്തിൽ 3,19,012 പേരെ പച്ച ഉയിരോടെ തീയിലിട്ടു കൊന്നു. അവിടെ തന്നെ 2,91,450 പേരെ അതിക്രൂരമായിട്ട് ദണ്ഡിപ്പിച്ച് അനേകം കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തത് ഈ പാതിരിമാരുടെ സമൂഹമാണ്. കാരണം അവർ ക്രിസ്തുമതം സ്വീകരിച്ചില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്രകാരം ക്രിസ്ത്യാനിയുടെ മേന്മ കൊണ്ടല്ല ലോകത്തിൽ ജനങ്ങൾ അത് സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ടല്ലോ. 1492 വർഷം മാർച്ച് മാസത്തിൽ സ്പെയിൻ ദേശത്തിലെ ക്രിസ്തു രാജാവ് അനേക നൂതന ചട്ടങ്ങളെ ഏർപ്പെടുത്തി. ക്രിസ്തുമതത്തിൽ ചേരാത്തവരായ പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ, ഏഴകൾ, ധനവാന്മാർ മുതലായ എല്ലാ യഹൂദന്മാരും ജൂലൈ മാസത്തിനകം ദിക്കുവിട്ട് പൊയ്ക്കൊള്ളണമെന്നും പോകുമ്പോൾ പൊന്ന്, വെള്ളി മുതലായ സ്വത്തുക്കളെ ഒന്നിനെയും കൊണ്ടുപോയിക്കൂടാ എന്നും വർദ്ധക ചരക്കുകളെയോ പാത്രങ്ങളെയോ എടുത്തുകൊണ്ടുപോകാം എന്നും മറ്റും ആയിരുന്നു അന്നത്തെ നിയമം. യഹൂദന്മാർ അപ്രകാരം എല്ലാ സ്വത്തുക്കളെയും കൈവിട്ട് സ്വദേശത്ത് നിന്ന് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരായ അനേകം പാതിരിമാർ ബഹിരാഗമായിട്ട് വീഥികളിൽ നിന്നുകൊണ്ട് യഹൂദന്മാർക്ക് ഒരു വിധത്തിലും ഉപകാരം ചെയ്തു പോകരുതെന്നും പ്രസംഗിച്ചു.
ജൂലൈ മാസം വന്നപ്പോൾ എല്ലായിടത്തും യഹൂദന്മാരുടെ നിലവിളിഘോഷം തന്നെയായിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഉപകാരം യാതൊന്നും ഇവർക്ക് ചെയ്തു പോകരുതെന്ന് പിന്നെയും കൽപ്പന പുറപ്പെടുവിച്ചു. ആഹാരമില്ലാതെയും കുടിക്കുന്നതിന് ജലമില്ലാതെയും അനേകായിരം യഹൂദന്മാർ മരിച്ചു. ഇവരാരും തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചതുമില്ല. കാരണം ക്രിസ്തുമതം സ്വീകരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് സ്വയം മരിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടായിരുന്നു അപ്രകാരം സംഭവിച്ചത്. 1502 സംവത്സരം ഫെബ്രുവരി മാസത്തിൽ സ്പെയിൻ ദേശത്ത് ഇന്ദിതാൻസ് എന്ന രാജാവ് തന്റെ രാജ്യത്ത് ബഹുകാലമായിട്ട് കുടിപ്പാർത്തിരുന്നവരായ തുലുക്കന്മാരിൽ ക്രിസ്ത്യന്മാരാകുവാൻ കഴിയില്ല എന്ന പറഞ്ഞ 30 ലക്ഷം പേർ ഏപ്രിൽ മാസത്തിനു മുമ്പ് ദിക്കുവിട്ടു പോയിക്കൊള്ളണമെന്നും അവരുടെ പൊന്ന് വെള്ളി മുതലായ യാതൊരു വകകളെയും എടുത്തുകൊണ്ടു പോകരുതെന്നും മറ്റ് അനേകം അന്യായ ചട്ടങ്ങളെ നിർമ്മിച്ചുകൊണ്ടും അവരെ നാടുകടത്തിക്കളഞ്ഞു. ഇവരും തന്നെ സ്വയം മരിക്കുന്നതാണ് നല്ലത് ക്രിസ്തുമതം സ്വീകരിക്കുന്നതിനേക്കാൾ എന്നു പറഞ്ഞ് നാടുവിട്ടു പോവുകയാണുണ്ടായത്. 6-ാം നൂറ്റാണ്ടു വരെയും ഇംഗ്ലീഷുകാർ ക്രിസ്ത്യരായിട്ടില്ലായിരുന്നു എന്നു തന്നെയുമല്ല, ക്രിസ്ത്യന്മാരെ കണ്ടാൽ ദേഷ്യപ്പെട്ട് പുച്ഛിച്ച് സംസാരിക്കുകയും കൂടി ചെയ്യുമായിരുന്നു. ഇങ്ങനെയിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ കെന്റ് എന്ന ദേശത്ത് രാജാവായിരുന്ന ഏതൽബ്രട്ട് എന്നവർ പാരീസ് ദേശത്തെ ക്രിസ്ത്യ രാജപുത്രിയായ ബെർത്ത എന്നവളെ വിവാഹം ചെയ്തു. അവൾ വരുമ്പോൾ ചില പാതിരിമാരെ കൂടെ കൊണ്ടുവന്ന് ഒരു പള്ളി കെട്ടിച്ച് അവരെ അതിൽ പാർപ്പിച്ച് ആദരവോടുകൂടി രക്ഷിക്കുകയും തന്റെ പ്രിയനായ ഏതൻബ്രട്ടിനെ ക്രിസ്ത്യാനിയാക്കുകയും ചെയ്തു. അത് ഹേതുവായിട്ട് അവിടെയുള്ള ജനങ്ങളെയും ക്രിസ്ത്യന്മാരാക്കി. അക്കാലത്ത് ഇംഗ്ലണ്ടിൽ നാർത്താബറിയ എന്ന ദേശത്തിലെ രാജാവും മറ്റുള്ള എല്ലാ രാജാക്കന്മാരെക്കാളും അതിബലവാനുമായിരുന്ന ഏതൻബ്രിട്ട് എന്നവനും തദ്ദേശവാസികളും ക്രിസ്തുമത വിരോധികളുമായിരുന്നതിനാൽ അനേകം പാതിരിമാരെ ചെസ്റ്റർ എന്ന ദേശത്തു വെച്ച് കൊല്ലുക കൂടി ചെയ്തു. 617-ാം സംവത്സരത്തിൽ അവന്റെ പിൻവാഴ്ച രാജാവായി വന്ന എഡ്വിൻ എന്നവനും ക്രിസ്തുമത വിരോധിയായി തന്നെ ഇരുന്നു. എങ്കിലും ക്രിസ്ത്യനായ കെന്റ് ദേശ രാജാവിന്റെ പുത്രിയെ വിവാഹം ചെയ്തതിനാൽ അവളുടെ നിർബന്ധത്തിൻ പേരിൽ ജനങ്ങളും മറ്റുള്ളവരും ഇങ്ങനെ തന്നെ പിൽക്കാലം ഇംഗ്ലണ്ടിൽ ക്രിസ്തുമതത്തെ അനുസരിച്ചു. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടുള്ള ബഹുമാനം കൊണ്ടോ ബൈബിളിലോടുള്ള വരികളെ അംഗീകരിക്കുന്നത് കൊണ്ടോ അല്ല ഇംഗ്ലണ്ടിൽ ക്രിസ്തുമതം പ്രചരിച്ചത് എന്നുള്ളത് വസ്തുതയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. ഇംഗ്ലണ്ട് ദേശത്തിൽ പ്രൊട്ടസ്റ്റാന്റ് മതം ഉൽപ്പത്തിയായ ഉടൻ 1539-ാം വർഷത്തിൽ 6 വിധികൾ ഏർപ്പെടുത്തപ്പെട്ടു. അപ്പോൾ അവയെ അനുസരിക്കാത്ത 500 പേരെ ജയിലിലേക്ക് ഇരയാക്കി. അനേകം പേരെ തീയിലിട്ടു കൊന്നു. 6-ാമത് എഡ്വേർഡ് കാലത്തിൽ ജോൺ പോക്കറിനെ ജീവനോടെ തീയിലും അനേകം പേരെ തൂക്കിലും ഇട്ടു. മേരി എന്ന റാണിയുടെ കാലത്ത് റോമൻ കത്തോലിക്ക ക്രിസ്ത്യന്മാർ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യന്മാരിൽ 277 പേരെ തീയിലിട്ടു കൊന്നു. അവരിൽ 55 സ്ത്രീകളും 4 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. എലിസബത്ത് എന്ന റാണിയുടെ കാലത്ത് പരിഷ്കാരം ചെയ്യപ്പെട്ട എപ്പിസ്കോപ്പൽ മിഷനാൽ റോമൻ കത്തോലിക്ക ക്രിസ്ത്യന്മാരുടെ പ്രൊട്ടസ്റ്റാന്റ് ക്രിസ്ത്യന്മാരും കൊല്ലപ്പെട്ടു. 2 മതസ്ഥന്മാരും ഒരുത്തർക്കൊരുത്തർ തങ്ങളുടെ മതത്തിൽ ചേരുന്നില്ല എന്ന് പറയുന്നവരെ അനങ്ങുവാൻ പാടില്ലാത്ത വിധത്തിൽ കൈകാലുകളെ അമർത്തിക്കെട്ടി തീയിലിട്ട് കൊല്ലുകയും തൂക്കിലിടുകയും ജയിലിലടയ്ക്കുകയും സ്വത്തുക്കളെ അപഹരിക്കുകയും ചെയ്തു. ഇതുപോലെ എത്ര ദോഷങ്ങളാണ് ഇവരെല്ലാവരും മതപരിവർത്തനത്തിനു വേണ്ടി ചെയ്തിരിക്കുന്നത്. സത്യവേദ പുസ്തകത്തെ അനുസരിക്കാത്തവർ അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരമായ യാതനകളുടെയും വേദനകളുടെയും ദണ്ഡിപ്പിക്കലിന്റെയും വിവരണങ്ങൾ ലോകത്തെവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതിന്റെ അർത്ഥം സ്നേഹനിധിയായ യേശുക്രിസ്തുവിനെയോ സത്യപുസ്തകമായ ബൈബിളിനെയോ അംഗീകരിച്ചുകൊണ്ടല്ല ലോകത്തിൽ ക്രിസ്തുമതം പ്രചരിച്ചത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിരിക്കാം. ഇപ്രകാരം അടിച്ചമർത്തലിന്റെയും തൂക്കിലിടുന്നതിന്റെയും തീയിലിട്ട് കൊല്ലുന്നതിന്റെയും ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും ദണ്ഡിപ്പിക്കുന്നതിന്റെയും കഥകൾ ഇനിയും അനവധി ദേശത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.
ഇത്രയും ഹീനമായ വിധത്തിലും രീതിയിലൂടെയും മാർഗത്തിലൂടെയുമാണ് ക്രിസ്തുമതം ലോകമെമ്പാടും പ്രചരിച്ചത് എന്ന വസ്തുത പറയുമ്പോഴാണ് അതിൽ നന്മ കൊണ്ടല്ല ജനങ്ങൾ ക്രിസ്ത്യാനിയാകുന്നത്, ഭയപ്പെട്ടിട്ടും ക്രൂരമായ വേദന സഹിക്കുവാൻ സാധിക്കാത്തതും കൊണ്ട് മാത്രമാണ് എന്ന് വ്യക്തമാകുന്നു. ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന നിങ്ങളുടെ മതക്കാർ തന്നെ പരസ്പരം പോരാടിയിരുന്ന ചരിത്രവും മറ്റൊന്നല്ലല്ലോ. അയർലാൻഡ് പ്രദേശത്തെ പ്രൊട്ടസ്റ്റന്റ് മതത്തിൽ ഉൾപ്പെടാത്ത റോമൻ കത്തോലിക്ക പാതിരിമാരെ നാടുകടത്തിവിട്ടു. പരിഷ്കരിക്കപ്പെട്ട പ്രൊട്ടസ്റ്റാന്റ് മതസംബന്ധമായ നടപടികൾക്ക് ഇഷ്ടപ്പെടാത്ത റോമൻ കത്തോലിക്കന്മാർക്ക് അപരാധം നിശ്ചയിക്കുകയും ജയിലിൽ വയ്ക്കുകയും 5 മൈലിനുമേൽ പൊയ്ക്കൂടാ എന്ന് നിബന്ധന ചെയ്യുകയും ചെയ്തു. 1694 സംവത്സരത്തിൽ കത്തോലിക്ക മതസ്ഥന്മാർ തന്റെ കുട്ടികളെ അന്യദേശങ്ങളിൽ പഠിക്കുന്നതിലേക്ക് അയച്ചുകൂടാ എന്നും 1709 വർഷത്തിൽ കത്തോലിക്ക കുട്ടികൾക്ക് അവരുടെ മതസ്ഥർ പാഠം ചൊല്ലിക്കൊടുത്തുകൂടാ എന്ന് നിബന്ധന ചെയ്തു. 1703 വർഷത്തിൽ കത്തോലിക്ക മതത്തിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റായി വരുന്നവർക്ക് മാത്രമേ തന്റെ പിതുരാർജിത സ്വത്തിന് അവകാശമുള്ളൂ എന്നും കത്തോലിക്ക കുട്ടികൾക്ക് യാതൊരു സംബന്ധനമില്ലെന്നും പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്കരായാൽ തന്റെ പിതൃസ്വത്തിന് അവകാശമില്ലെന്നും കത്തോലിക്കന്മാർ കൃഷിയിൽ ഒരു ഭാഗം ആദായം കിട്ടത്തക്കവണ്ണമേ കൃഷി ഇറക്കാവൂ എന്നും അധികമാദായം എടുത്താൽ അതിനെ തെര്യപ്പെടുത്തുന്ന പ്രൊട്ടസ്റ്റന്റുകാരന് ആ നിലത്തിനെ ഒഴിഞ്ഞുകൊടുത്തു കൊള്ളണമെന്നും കത്തോലിക്കന്മാർ 5 പൗണ്ടിലധികം വിലപിടിക്കുന്ന കുതിരകളെ ഉപയോഗിച്ചു പോകരുത് എന്നും ഒരു വേള 10 പൗണ്ട് വിലയുള്ളതിനെ ഉപയോഗിച്ചു പോയാൽ ആ വിവരത്തിനെ അറിയിപ്പിക്കപ്പെടുന്ന പ്രൊട്ടസ്റ്റന്റ് മതസ്ഥന് ആ കുതിരയെ 5 പൗണ്ട് വിലയ്ക്ക് കൊടുത്തുകൊള്ളണമെന്നും സ്കോട്ട്ലാൻഡ് ദേശത്ത് 1670 വർഷത്തിൽ ഉത്തരവ് കൂടാതെ പ്രസംഗിച്ചുകൂടാ എന്നും ചട്ടമുണ്ടാക്കി. 1674 വർഷത്തിൽ ന്യായം പറയുന്ന അഡ്വക്കേറ്റന്മാരെ നാടുകടത്തിവിട്ടു. 1678 മലയിൽ ഇരുന്ന ഐലൻഡർമാരെ വരുത്തി അവരുടെ ഇഷ്ടം പോലെ ജനങ്ങളെ കൊല്ലുകയും മോഷ്ടിക്കുകയും തീ കൊളുത്തുകയും ചെയ്യുന്നതിനും അനുവാദം കൊടുത്തു. ആയുധപാണികളായ 8000 ഐലൻഡർമാരെ സ്കോട്ട്ലാൻഡ് വടക്കുഭാഗത്തുള്ള ഗ്രാമത്തിൽ പ്രവേശിപ്പിച്ചു. അവർ അപ്രകാരം ചെന്ന് ജനങ്ങളുടെ സ്വത്തുക്കളെ അപഹരിക്കുകയും സ്ത്രീകളെ നഗ്നകളാക്കി അനേകം അക്രമങ്ങൾ ചെയ്യുകയും 2 പേരെ ഒന്നിച്ചു കെട്ടി 2 പേരുടെയും പെരുവിരലുകളെ ഒന്നിച്ചു ചേർത്ത് മുറുക്കി മരത്തിൽ തൊങ്ങലിടുകയും ഒരു പെൺപിള്ളയെ ജപാലയ പ്രധാനമന്ത്രിയുടെ വീട്ടിനകത്തുള്ള തവള മുതലായ ജന്തുക്കൾ നിറഞ്ഞ ഒരു വലിയ പള്ളത്തിൽ എടുത്തു തള്ളിക്കളയുകയും ഒരു സ്ത്രീയുടെ വിരലുകളെ വളരെ നേരം വരെ തീക്കുറ്റി കൊണ്ട് ചുടുകയും ഈ ഉപദ്രവങ്ങളെ സഹിക്കാൻ വഹിയാതെ അവൾ ചില ദിവസങ്ങൾ കൊണ്ട് മരിച്ചു പോകുകയും ചെയ്തു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. ടർക്വാമെഡ എന്നവൻ അധികാരം നടത്തിയ 18 സംവത്സരത്തിനകം ക്രിസ്തുമത വിരോധികളായ 10220 പേരെ കൊല്ലുകയും 97321 ആളുകളുടെ സ്വത്തുകളെ അപഹരിച്ച് അവരെ ജീവപര്യന്തം ജയിലിലിടുകയും ചെയ്തു എന്ന് ഹിസ്റ്ററി ഓഫ് ഇൻക്വിസിഷൻ എന്ന പുസ്തകത്തിൽ ഡോക്ടർ WH റൂൾ വോളിയം 1 പേജ് 150 വിസ്താരമായിട്ട് പറയുന്നുണ്ട്. WH റൂളിന്റെ അതേ പുസ്തകത്തിൽ ചലമാൻക എന്ന ദിക്കിൽ ജൂതമതസ്ഥാഭിപ്രായത്തെ പറ്റി പറയുന്നു എന്നും 6000 ശാസ്ത്രങ്ങളെ തീയിലിട്ടു ചുട്ടു എന്നും കാണാൻ സാധിക്കും. കൂടാതെ ഡ്രൈപ്പേഴ്സ് കോൺഫ്ലിക്റ്റ് ഓഫ് റിലീജിയൻ ആൻഡ് സയൻസ് എന്ന പുസ്തകത്തിൽ പേജ് 149 താളിൽ ഇപ്രകാരം പറയുന്നു. 1481 വർഷത്തിൽ ആൻഡ്രൂ ലൂഷിയായിൽ 4ാമത് പോപ്പിച്ചിക്സ് എന്നവനാൽ നിയമിക്കപ്പെട്ട വിചാരണ സഭക്കാർ 2000 പേരെ ജീവനോടെ തീയിലിട്ട് കൊല്ലുകയും 17000 പേർക്ക് അപരാധവും ജീവപര്യന്തം ദണ്ഡനവും വിധിക്കുകയും ചെയ്തു. ഹംഗറി എന്ന ദിക്കിൽ കിസ്കാവുസെറ്റ് എന്നവൻ പിക്ടാസ് എന്നൊരു വകക്കാരെ കൊല ചെയ്തു. ജർമ്മനി ദേശത്തിൽ പ്രൊട്ടസ്റ്റന്റ് മതത്തെ ഉണ്ടാക്കിയ ലൂതർ എന്നയാൾ കള്ളന്മാരെ കഴിവേറ്റുന്ന പോലെ ഗുരുക്കന്മാരായ പോപ്പന്മാരെ എല്ലാവരെയും കൊന്നു. അവരുടെ രക്തത്തിൽ
ഇനി എപ്പോഴാണ് കൈകഴുകുകയെന്ന് വ്യസനിച്ചു. സ്പാനിഷ് ഇൻക്വസിഷൻ ലാ മെയ്സ്ട്രി, പേജ് 67, 1838 എഴുതിയ ഈ പുസ്തകത്തിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. ആർച്ച് ബിഷപ്പ് ഉഷരി എന്ന പ്രൊട്ടസ്റ്റന്റ് മത പാതിരി തനിക്ക് തുല്യന്മാരായ 11 ബിഷപ്പുകൾ കൈയെഴുത്തിട്ട ഒരു പത്രത്തിൽ റോമൻ കത്തോലിക്ക പോപ്പുകളോട് ക്ഷമ കാട്ടുന്നത് മഹാപാതകമായിട്ടുള്ളതാണെന്ന് എഴുതി വായിച്ചു. നാക്സ് എന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ കത്തോലിക്ക ഗുരുക്കന്മാരെയും രാജസ്ത്രീയെയും ജനങ്ങൾ നിർബന്ധമായി കൊല്ലണമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷു പാർലമെന്റ് സഭക്കാരും ദൈവമഹിമയെ പ്രസിദ്ധമാക്കുന്നതിലേക്ക് ബലാത്കാരം ചെയ്യുന്നത് ശരിയായിട്ടുള്ളതെന്നും സ്കോട്ട്ലാൻഡ് പാർലമെന്റിൽ വിഗ്രഹാരാധന ചെയ്യും കത്തോലിക്കന്മാരെ കൊല്ലുന്നത് പ്രൊട്ടസ്റ്റന്റ് മത നിർബന്ധമാണെന്നും പറഞ്ഞു. അക്കാലത്തെ പാർലമെന്റുകാരുടെ മാതിരികളെ നോക്കുവിൻ. ഇപ്പോഴത്തെ പാർലമെന്റുകാർ ഇപ്രകാരം ചെയ്യുവാൻ തുനിയുമോ? ഇങ്ങനെ അക്രമങ്ങൾ ചെയ്യുവാൻ ഇപ്പോൾ ചട്ടമുണ്ടോ? ഇപ്പോൾ ഇംഗ്ലീഷു പാർലമെന്റ് എത്രയോ പരിഷ്കാരമായി പോയി. 1550 വർഷം 8ാമത് ഹെൻറിക്ക് മന്ത്രിയായിരുന്ന ഗ്രാംനർ എന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ തന്റെ മതത്തിൽ വരാത്ത 5 പുരുഷന്മാരെ കൊല്ലുകയും ഒരു സ്ത്രീയുടെ വിരലിൽ എണ്ണത്തുണി ചുറ്റി തീ കൊളുത്തുകയും ചെയ്തു. സ്റ്റുഡന്റ്സ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് ഹ്യൂം എന്ന വ്യക്തി എഴുതിയ ഈ പുസ്തകത്തിലെ 299 പേജിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ആൽവ താൻ പരിപാലനം ചെയ്ത 4-5 സംവത്സരത്തിനുള്ളിൽ 18,000 പേരെ കൊന്നു എന്ന മിടുക്കു പറഞ്ഞു. ഒരു വർഷത്തിൽ 8,000 പേർ ദഹിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. പാരീസ് പട്ടണത്തിൽ 1172 വർഷം ആഗസ്റ്റ് മാസം 24 തീയതി ഹിയൂർക്നാട്ട് എന്ന ഒരു വക ആളുകളിൽ 1400 പേരെ ഓടിച്ചുകൊണ്ട് രാജാവ് തന്റെ അരമനയിലെ ജനലിൽ ഇരുന്നു കൊണ്ട് ബാണപ്രയോഗം ചെയ്ത് അവരെ പക്ഷികളെ കൊല്ലും പോലെ കൊന്നു. ഇത്രയും ദണ്ണിപ്പിച്ചിട്ടും ക്രിസ്ത്യാനിയാകാത്തവരെ പിടിച്ച് നന്നായി കെട്ടി വേദനയായ യന്ത്രത്തിനകത്ത് ചെലുത്തി അവരുടെ വായ്കളിൽ വിരിഞ്ഞ വായുള്ള കുഴലുകളെ തിരുകി നിർത്തി അതിൽ കൂടി തൊണ്ണയിൽ ഇറങ്ങത്തക്കവണ്ണം ദ്രാക്ഷാരസം കുമുകുമിനെ ഒഴിച്ചു കഷ്ടപ്പെടുത്തുകയും മുഴുവനും നഗ്നന്മാരാക്കി അസംഖ്യം അപമാനങ്ങളെ തല മുതൽ കാൽ വരെ കുണ്ടുദൂഷികളെ കുത്തിച്ചെരുകി പേനാക്കത്തി കൊണ്ട് വെട്ടി തീയിലിട്ട് നല്ലവണ്ണം പഴിപ്പിച്ച് പറ്റുകുരടുകൊണ്ട് അവരുടെ മൂക്കുകളെ പറിച്ചെടുത്തു കളയുകയും ചെയ്തു. ഇപ്രകാരം നടന്ന അന്യായങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും ഇത്രമാത്രമെന്നു പറഞ്ഞാൽ അവസാനിക്കയില്ല. ഇവിടെ വളരെ ചുരുക്കമായിട്ട് എഴുതിയതാണ് എങ്കിലും ക്രിസ്തുമതം ഇത്രത്തോളം വർദ്ധിച്ചു വന്നതിന്റെ കാരണങ്ങൾ നല്ലതിൻവണ്ണം തെളിവായല്ലോ. സഹിപ്പാൻ വഹിയാത്ത ഇങ്ങനെയുള്ള ഹിംസകളെ ചെയ്താൽ ആരാണ് ചേരാതിരിക്കുന്നത്? മരണഭയമുള്ള എല്ലാവരും തീരുക തന്നെ ചെയ്യും. അല്ലാതെ ഇതര മതങ്ങളെയും ക്രിസ്തുമതത്തെയും ആരാഞ്ഞു നോക്കി ഗുണദോഷങ്ങളെ അറിഞ്ഞ് ക്രിസ്തുമതം തന്നെ നല്ലതെന്ന സമ്മതത്തോടുകൂടി യാതൊരുത്തരും ആ മതത്തെ സ്വീകരിച്ചിട്ടില്ല. ഈ ദേശത്തെ മഹമ്മദീയർ എത്രയോ അക്രമങ്ങളെ ചെയ്താണ് ഹിന്ദുക്കളെ അവരുടെ മതത്തിൽ ചേർത്തത്. എങ്കിലും ക്രിസ്ത്യന്മാർ ചെയ്തിട്ടുള്ളതിൽ 1/1000 പോലും ആകയില്ല അത്. എന്നാൽ ഇക്കാലങ്ങളിലോ യൂറോപ്പിലും അമേരിക്കയിലും ബൈബിളിനു വിരോധമായി ഭൂഗോളശാസ്ത്രം, ശാസ്ത്രം, തർക്കശാസ്ത്രം, ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം മുതലായ വിദ്യകൾ നല്ലപോലെ അഭ്യസിച്ച് തർക്കശാസ്ത്രം മുഖേന വാസ്തവം ഇന്ന പ്രകാരമെന്ന് അറിഞ്ഞതിനാൽ ക്രിസ്തുമതം മറ്റുള്ള മതത്തിൽ നിന്ന് എഴുതിയെടുത്ത കെട്ടുകഥയാണെന്ന് നിശ്ചയമായതുകൊണ്ട് ബൈബിളിനെ കുറിച്ചുണ്ടായ ദുരഭിമാനം വിട്ടുപോകുകയും ചെയ്യുകയാൽ ചട്ടങ്ങളെ ഏർപ്പെടുത്തി പക്ഷപാതം കൂടാതെ ജനങ്ങളെ രക്ഷിച്ചു വരികയും അതുകൊണ്ട് ആംഗ്ലീയ ഗവൺമെന്റ് രാജ്യഭരണത്തിൽ ഉൾപ്പെടെ എല്ലാ ജനങ്ങൾക്കും ന്യായം സമമായിട്ടു ലഭിക്കുകയും ഈ വിധം നാഗരികം വർദ്ധിച്ചു വരുന്തോറും ക്രിസ്ത്യന്മാരുടെ ദുർഭാഗ്യങ്ങളെല്ലാം സൂര്യോദയത്തിങ്കൽ ഹിമഗണങ്ങളെ പോലെ ഓടിപ്പോകുകയും മുമ്പിലത്തെ അന്യായങ്ങളും ഹിംസകളും ഇപ്പോൾ ചെയ്യുവാൻ വഹിയാത്തതുകൊണ്ട് പാതിരിമാർ ദ്രവ്യം, പ്രത്യക്ഷഭോഗ വസ്തുക്കൾ ഇവകളെ ഉപയോഗിച്ച് ക്രിസ്ത്യന്മാരാക്കുകയും ക്രിസ്തുവിനെയും തൻ മതത്തെയും നമ്മുടെ കൂട്ടുകാർ വിശ്വസിക്കാത്തതുകൊണ്ട് തടുക്കാൻ കഴിയാത്ത ഏതോ വലിയ ആപത്തിൽ അകപ്പെട്ടു വലയുന്നതുപോലെയും
അവർ ഇതിനെ കണ്ടു വ്യസനിച്ച് ഉപദേശിക്കുന്നതായിട്ടും വിശ്വസിപ്പിച്ച് ക്രിസ്ത്യന്മാരായാൽ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പോലെയും ക്രിസ്ത്യന്മാരായവരെല്ലാവരും രക്ഷപ്പെട്ടു പോയതായിട്ടും നടിച്ചുകൊണ്ട് പാതിരിമാർ തേൻ പോലെയും പാലുപോലെയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ അവരുടെ അടുക്കൽ ന്യായം, ദയ മുതലായ ഗുണങ്ങൾ അല്പമെങ്കിലും ഉണ്ടെന്ന് വിചാരിപ്പാൻ പാടില്ല. ഇനിയും പാതിരിമാർ യൂറോപ്യന്മാരുടെ നാഗരികത്തിന് നീതിയും ക്രിസ്തുമതമാണ് കാരണമെന്ന് മടികൂടാതെ പറയുന്നത് ഒരിക്കലും ശരിയല്ലെന്നുള്ളതിലേക്ക് മുൻകാണിച്ച അന്യായങ്ങളും ഹിംസകളും നാഗരികത്തിനും നീതിക്കും കാരണമായ ബൈബിളിന് മുഴുവനും വിരോധമാകുന്നു എന്നും അവകളിരുന്ന പുസ്തകശാലകളോടുകൂടി തീയിട്ടു ചുടുകയും അതുകളെ പഠിച്ചറിഞ്ഞവരായ എല്ലാ പാതിരിമാരെയും ജയിലിലിരുത്തിയും ഹിംസിച്ചും കൊണ്ടും ചെയ്തിട്ടുള്ളതും തന്നെ സാക്ഷികളാകുന്നില്ലയോ? ഇപ്രകാരം സത്യസന്ധമായ രീതിയും ദയാകാരുണ്യം ഇവ കൊണ്ടും ഒന്നുമല്ല ക്രിസ്തുമതം വളർന്നത്, മറിച്ച് ഹിംസ കൊണ്ട് മാത്രമാണ് എന്ന് വ്യക്തമാകുന്നു. ക്രിസ്തുമതം എന്നും ശാസ്ത്രങ്ങൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും എതിരാണ് എന്നുള്ളതും സത്യമാണല്ലോ. ട്വാർക്ക്മേഡ എന്ന ആൾ ഹീബ്രുവിൽ എഴുതിയിരുന്ന ശാസ്ത്ര പുസ്തകങ്ങളെല്ലാം തന്നെ ക്രിസ്ത്യാനികൾ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞു. ചാലമാൻക എന്ന ദേശത്ത് 6000 ശാസ്ത്ര പുസ്തകങ്ങളെ ചുടുകയും സ്പാനിയാവിൽ ശാസ്ത്രങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ടുവരുന്നതിലേക്ക് ഉത്സാഹിച്ചവരായ 119 ശാസ്ത്രജ്ഞന്മാരെ ജയിലിൽ കൊണ്ടിട്ട് കൊല്ലുകയും ഫ്രാൻസിൽ രസവാദ ശാസ്ത്രങ്ങളും മറ്റുള്ള ശാസ്ത്രങ്ങളും പഠിച്ചുകൂടാ എന്ന് ക്രിസ്തുമത വിരോധമായ ഏതു പുസ്തകങ്ങളെയും ക്രിസ്തുമത പ്രധാനിയുടെ ഉത്തരവ് കൂടാതെ അടിച്ചുകൂടാ എന്നും ഉത്തരവുണ്ടാക്കുകയും ചെയ്തു. 1619 വർഷത്തിൽ ഒരു തർക്കശാസ്ത്രിയെ ദലൂസ എന്ന ദിക്കിൽ നാക്കിനെ പറിച്ചു കൊല്ലുകയും ചെയ്തല്ലോ. ഇനിയും അനേകമുണ്ട്. സമയം പോരാഞ്ഞതിനാൽ ഞാൻ നിർത്തുന്നു. മേൽ വിവരിച്ച പ്രബല ന്യായങ്ങളെ കൊണ്ട് പിതാവ്, പുത്രൻ, പവിത്രാത്മാവ് ഇവ ദൈവലക്ഷണമുള്ളവരല്ലെന്നും ക്രിസ്തുവിന്റെ പാപബലിയും വിശ്വാസവും മുക്തി സാധനമാകയില്ലെന്നും മുക്തിലക്ഷണവും പാപികൾ നിത്യനരകത്തെ അനുഭവിക്കുമെന്നുള്ളതും അല്പം പോലും ചേരുന്നവയല്ലെന്നും ബൈബിൾ അപ്രമാണമാണെന്നും മറ്റും നല്ലതിൻവണ്ണം സാധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ചിലർ പല ദൂഷണങ്ങളെയും ആഭാസന്യായങ്ങളെയും വിളിച്ചെഴുന്നള്ളിച്ചുകൊണ്ട് ഇതിലേക്ക് മറുപടി എഴുതിവിടുന്നു എന്നു വരുകിൽ നാം എന്തു ചെയ്യും? കമന്നു വീണ് മുഖം ഭൂമിയിൽ തല്ലിയിട്ടും മീശയിൽ മണ്ണു പുരണ്ടില്ലെന്നും ഡീക്കു പറയുന്നവർക്ക് മനസ്സിൽ ഒന്നും വാക്കിലൊന്നുമായിട്ട് ശമ്പളത്തിനു വേണ്ടി കിടന്നു മാറത്തടിക്കുന്നവരുമായ ഈ കൂട്ടരോട് എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞാൽ തന്നെ എന്താ? ഈ അസംബന്ധങ്ങളെയൊക്കെ തള്ളിയേച്ച് ന്യായമാർഗമായിട്ട് ഖണ്ഡിച്ച് വ്യവഹരിച്ച് സ്ഥാപിക്കുന്നു എന്നു വരികിൽ ആ അഭിപ്രായത്തിൽ നാമും ചേർന്നുകൊള്ളുന്നതിലേക്ക് തയ്യാറാണ്. ക്രിസ്തുമതം ഇന്ന സ്ഥിതിയിലുള്ളതാണെന്ന് ഇതിനെ വായിക്കുന്നവർക്ക് അറിവ് കിട്ടും. അതുകൊണ്ട് മലയാളികളായ ഹിന്ദുക്കൾക്ക് ഇത് ഏറ്റവും ഉപകാരമായി ഭവിക്കുമാറാകണമെന്ന് എന്റെ അത്യാഗ്രഹം സബലമായി ഭവിക്കുന്നതിലേക്ക് സാക്ഷാൽ പരമശിവന്റെയും പുരാതന മഹാത്മാക്കളുടെയും സജ്ജനങ്ങളുടെയും ഈ വിഷയത്തിൽ ഇപ്പോൾ ഉത്സാഹിച്ചു കൊണ്ടിരിക്കുന്നവരായ ഗുരുക്കന്മാരുടെയും പൂർണ്ണാനുഗ്രഹത്തെ തന്നെ ആശ്രയിച്ചുകൊള്ളുന്നു. അല്ലയോ ഹിന്ദുക്കളെ, നിങ്ങൾ ദയവു ചെയ്ത് ഈ പുസ്തകത്തെ ചിത്തസമാധാനത്തോടുകൂടി ആദ്യം തുടങ്ങി അവസാനം വരെയും വായിച്ചു മനസ്സിലാക്കുകയും ഇതിൽ കാണിച്ചിട്ടുള്ള ന്യായങ്ങളാൽ ക്രിസ്തുമതം ഛേദിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് നല്ലതിൻവണ്ണം ചിന്തിച്ചു നോക്കുകയും ചെയ്യുവിൻ. അവർ നിങ്ങളെ അവരുടെ ക്രിസ്തുമതത്തിൽ ചേർക്കുന്നതിലേക്ക് ഉത്സാഹിച്ചു വന്ന് വാദിക്കുമ്പോൾ ആ വാദങ്ങളെ ഒക്കെയും നല്ല പ്രബല ന്യായങ്ങളെ കൊണ്ട് ഖണ്ഡിച്ചു വിട്ടും കളഞ്ഞ് പരിപൂർണ ദൈവമായിരിക്കുന്ന പരമശിവനെ ഭജിച്ച് സൽഗതിയെ പ്രാപിക്കുവാനായി ഭവിപ്പിൻ. ഇനിയും അടുത്തതുപോലെ നമുക്ക് കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ആരാധ്യനായ ചട്ടമ്പിസ്വാമികൾ തന്റെ ക്രിസ്തുമതഛേദനം എന്ന പുസ്തകം അവസാനിപ്പിക്കുന്നത്. ഇനി ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ശ്രീമദ് വിദ്യാനന്ദ തീർത്ഥപാദർ എഴുതിയ ഭാഗത്തിന്റെ ഏതാനും വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നപ്പോഴും പാതിരി പ്രസ്ഥാനം പൂർവാധികം ശക്തിപ്പെടുക തന്നെ ചെയ്തു.
ക്ഷേത്രാരാധനയ്ക്ക് പോകുന്ന ഭക്തന്മാരായ ഹിന്ദുക്കളെ തടഞ്ഞു നിർത്തി പിശാചിനെ തൊഴാൻ പോകരുതെന്നും സത്യദൈവമായ ദൈവത്തെ വിശ്വസിച്ച് തങ്ങളുടെ മതത്തിൽ ചേരണമെന്നും പാതിരിമാർ ധൈര്യമായി പ്രസ്താവിക്കുമായിരുന്നു. അവരുടെ പ്രഖ്യാപനത്തെ എതിർക്കുന്നതിനോ നിരുത്സാഹപ്പെടുത്തുന്നതിനോ അന്ന് ഹിന്ദുക്കളിൽ ആരും തന്നെ മുന്നോട്ടു വന്നില്ല. ആ ചുറ്റുപാടിലാണ് പരമഭട്ടാര ശ്രീ ചട്ടമ്പി സ്വാമികൾ ഷൺമുഖദാസൻ എന്ന പേരുവെച്ച് ക്രിസ്തുമതച്ഛേദനം എന്ന പുസ്തകമെഴുതി അച്ചടിച്ച് പ്രസിദ്ധിപ്പെടുത്തിയത്. ഏറ്റുമാനൂർ ഉത്സവത്തിന് കൂടുന്ന ഹിന്ദുക്കളെ സുവിശേഷം പ്രസംഗം കേൾപ്പിക്കാൻ അന്ന് കോട്ടയത്ത് നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ മുൻപിൽ വരിക പതിവായിരുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ കാളിക്കാവ് നീലകണ്ഠപിള്ള എന്ന മാന്യനെ ക്രിസ്തുമതച്ഛേദനം എഴുതിക്കൊടുത്ത് പഠിപ്പിച്ച് ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരത്തിൽ വെച്ച് ആദ്യമായി സ്വാമി തിരുവടികൾ പ്രസംഗിപ്പിച്ചു. തുടർന്ന് ടി നീലകണ്ഠപിള്ളയും കരുവ കൃഷ്ണനാശാനും കേരളമൊട്ടുക്ക് സഞ്ചരിച്ച് ക്രിസ്തുമതച്ഛേദനത്തിലെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് പാതിരി പ്രസ്ഥാനത്തെ കുറെയെല്ലാം സ്തംഭിപ്പിച്ചു. മാനസിക പരിവർത്തനം കൊണ്ടല്ല, ലൗകിക പ്രലോഭനങ്ങൾ കൊണ്ടാണ് ഹിന്ദുവർഗത്തിൽപ്പെട്ട ഹരിജനങ്ങളും മറ്റും ക്രിസ്തുമതത്തിലേക്ക് മാറാൻ നിർബന്ധിതരായതെന്ന ഈ പ്രസ്താവന കൊണ്ട് മനസ്സിലാക്കാവുന്നതാണല്ലോ. മതപ്രചാരത്തേക്കാൾ സ്വസമുദായ വികാസമാണ് ക്രിസ്തുമത പ്രചാരകന്മാരുടെ ലക്ഷ്യമെന്നുകൂടി ന്യായമായി ഊഹിക്കാവുന്നതാണ്. ഇങ്ങനെ ഹിന്ദുക്കൾ അന്യമതത്തിന്റെ പേരിൽ അന്യസമുദായത്തിൽ ലയിക്കുന്നതിന് അന്നത്തെ സവർണ ഹിന്ദുക്കളും കുറെയെല്ലാം കാരണക്കാരായിരുന്നിട്ടുണ്ട് എന്ന് സൂചനകളുമുണ്ട്. ഇതാ മറ്റൊരു വരി. ക്രിസ്തുമതത്തെ ഗണ്ണിക്കണമെന്ന് മാത്രമല്ല, ആ മതത്തിലെ നല്ല തത്വങ്ങൾ ഹിന്ദുക്കളും മനസ്സിലാക്കുകയും അത് ഹിന്ദുമതവും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കുകയും വേണമെന്ന് ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികൾ ഗ്രന്ഥപ്രസിദ്ധീകരണം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നു. അതിനാൽ ആ ഗ്രന്ഥത്തിന്റെ 1-ാം ഭാഗം ക്രിസ്തുമത സാരമായിട്ടും 2-ാം ഭാഗം ക്രിസ്തുമത നിരൂപണമായിട്ടുമാണ് അദ്ദേഹം എഴുതിയത്. ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തുമത തത്വങ്ങളുടെ ചുരുക്കം ഭംഗിയാം വണ്ണം ക്രിസ്തുമത സാരത്തിൽ, അതായത് ക്രിസ്തുമത ഛേദനത്തിന്റെ 1-ാം ഭാഗത്തിൽ അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട്. ഭാരതീയ ദാർശനിക ദൃഷ്ടിയിൽ കൂടി ആ തത്വങ്ങളെ നിരൂപണം ചെയ്യുകയാണ് 2-ാം ഭാഗത്തിൽ ചട്ടമ്പി സ്വാമികൾ ചെയ്തിരിക്കുന്നത്. അന്നത്തെ ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷത്തിനും ക്രിസ്തുമത തത്വങ്ങളെക്കുറിച്ച് ശരിയായ ബോധമില്ലായിരുന്നു. ബൈബിളിലെ കുറെ കഥകളും ഉപദേശങ്ങളും കാണാതെ പഠിക്കുക മാത്രമേ അക്കൂട്ടർ അന്ന് ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുമതത്തിലെ സിദ്ധാന്തങ്ങളും ആചാരാനുഷ്ഠാനക്രമങ്ങളും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ ക്രിസ്തുമതസാരം അവർക്കുകൂടി വളരെ പ്രയോജനപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ക്രിസ്തുമതച്ഛേദനം എന്ന പുസ്തകത്തിന്റെ 1-ാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുമത സാരത്തിൽ നിന്നാണ് പല ക്രിസ്ത്യാനികളും ബൈബിളിനെ കുറിച്ച് കൂടി പഠിക്കുന്നത് എന്ന് ചുരുക്കം. അതുപോലെ അന്നത്തെ കേരളത്തിലെ ഹിന്ദുക്കളിൽ വളരെയധികം പേർക്കും ഹിന്ദുമത തത്വങ്ങളെയും അറിയുവാൻ പാടില്ലായിരുന്നു. മിഷണറിമാർ ഹിന്ദുമത തത്വങ്ങളെ നിരൂപണം ചെയ്ത് നിന്ദിക്കുമ്പോൾ അതിന് സമാധാനം പറയുവാൻ അന്നത്തെ ഹിന്ദു സമുദായത്തിന് അല്പം പോലും കഴിവില്ലായിരുന്നു. അതിനാൽ ഹിന്ദുമത ബോധമുണ്ടാക്കുവാനും പാതിരിമാരുടെ വാദങ്ങൾക്ക് സമുചിതമായി മറുപടി പറഞ്ഞ് അവരുടെ മതം മാത്രമേ സത്യവും പരിശുദ്ധവുമായിട്ടുള്ളൂ എന്ന വാദത്തെ തകർക്കാനുമായിട്ടാണ് ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികൾ ഇപ്രകാരം ഒരു ഗ്രന്ഥം ക്രിസ്തുമതച്ഛേദനം എന്ന പേരിൽ എഴുതിയത്. അതിനുവേണ്ടി ശ്രീ ചട്ടമ്പി സ്വാമികൾ തന്നെ തിരഞ്ഞെടുത്തത് കാളിയാങ്കൽ നീലകണ്ഠപിള്ളയെയും കരുവ കൃഷ്ണനാശാനെയുമായിരുന്നു. തിരുവിതാംകൂറിൽ കോട്ടയത്ത് നിന്ന് വടക്കോട്ട് നീലകണ്ഠപിള്ളയും കോട്ടയത്ത് നിന്ന് തെക്കോട്ട് കൃഷ്ണനാശാനും മതപ്രസംഗത്തിന് നിയോഗിക്കപ്പെട്ടു. ഹിന്ദുമതത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ആ തത്വങ്ങളിലും ഹൈന്ദവ പുരാണങ്ങളിലും ക്രിസ്ത്യൻ പാതിരിമാർ പുറപ്പെടുവിക്കാറുള്ള ആക്ഷേപങ്ങൾക്കും സമുചിതമായ സമാധാനം പറഞ്ഞ് ഹിന്ദുമത വൈശിഷ്ട്യം സ്ഥാപിക്കുകയുമായിരുന്നു ആ പ്രസംഗങ്ങളിലെ എല്ലാം തന്നെ ഉദ്ദേശ്യം. ഇപ്രകാരം
ഭാരതീയ ചിന്താധാരകളിൽ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായ ഓരോ വേദാംഗ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളിലെ വരികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്നും കേരളത്തിൽ അനവരതം, അതുപോലെ കേരളത്തിന്റെ വെളിയിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ധാരാളമായി ക്രിസ്ത്യൻ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതിലേറ്റവും ദുഃഖകരമായ വസ്തുത ഹിന്ദുവിന് ഹൈന്ദവ തത്വങ്ങളുടെയും സനാതന ധർമ്മമൂല്യങ്ങളുടെയും വിവരങ്ങളോ വിജ്ഞാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഭാരതീയ ചിന്താധാരകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് ചട്ടമ്പിസ്വാമികളുടെ കാലത്ത് ഭാരതീയരെ അധിക്ഷേപിച്ചിരുന്നത് പോലെ തന്നെ മറ്റൊരു വിധത്തിൽ അധിക്ഷേപിച്ചും അതുപോലെ തന്നെ പ്രലോഭിപ്പിച്ചും ഭാരതീയ ചിന്താധാരകളുടെ അടിസ്ഥാന തത്വങ്ങളായ വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തും അവയിലെല്ലാം ക്രിസ്തുവിനെ തന്നെയാണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചും ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്ന രീതി ഈ 21ാം നൂറ്റാണ്ടിലും നിലനിൽക്കുന്നുണ്ട്. അത് ഓരോ ഭാരതീയനും ഓരോ ഹിന്ദുവും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകത്തെക്കുറിച്ച് മന്നത്തു പത്മനാഭൻ പറഞ്ഞിരിക്കുന്ന വരികളും ശ്രദ്ധിക്കുക. ക്രിസ്ത്യൻ ഉപദേശിമാരുടെ ഹിന്ദുമത വിദ്വേഷ പ്രസംഗം കേട്ട് ദുസ്സഹനായി യുക്തിവാദികളിൽ അഗ്രഗണ്യനായ ചട്ടമ്പിസ്വാമികൾ ക്രിസ്തുമതഛേദനം എന്നൊരു വിശിഷ്ട ഗ്രന്ഥമെഴുതി പ്രസിദ്ധീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി കരുവ കൃഷ്ണനാശാൻ എന്നൊരു ഈഴവ പ്രമാണിയും കാളിയാങ്കൽ നീലകണ്ഠപിള്ള എന്നൊരു നായർ പ്രമാണിയും പല പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രസംഗങ്ങൾ ഉപദേശിമാരെ ഓടിക്കത്തക്കതായിരുന്നു. അന്നത്തെ കാലത്ത് അത്രയും ഉജ്ജ്വലമായ ഒരാവശ്യമായിരുന്നു ക്രിസ്തുമതഛേദനവും അതിന്റെ പഠനവും. ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തുമതഛേദനം എന്ന പുസ്തകത്തെക്കുറിച്ച് ബോധേശ്വരൻ ഇപ്രകാരം എഴുതുന്നു: ഈ രാജ്യത്തെ ക്രിസ്തുമത പ്രചാരണം സ്വാമിയിലുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിയണമെന്നുള്ളവർക്ക് ക്രിസ്തുമതഛേദനം ഒന്ന് വായിച്ചിരുന്നാൽ അത് സാധിക്കുന്നതാണ്. ഭാരതത്തിന്റെ സംസ്കാരത്തെയും തദ്വാര ഭാരതത്തെയും സംരക്ഷിക്കണമെന്നുള്ളവർക്ക് ഈ രാജ്യത്ത് വിദേശീയ മതങ്ങളെ അടിച്ചേൽപ്പിക്കുവാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സമചിത്തതയോടെ കഴിഞ്ഞു പോകുവാൻ ഒക്കുന്നതല്ലല്ലോ. സ്വാമിയുടെ ചെറുപ്പകാലത്ത് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കാലത്ത് രചിക്കപ്പെട്ട ഈ കൃതി എന്ന ക്രിസ്തുമതഛേദനം ഭാരതീയ ദാർശനികന്മാരുടെ വീക്ഷണകോണിയിൽ കൂടി ഒരു മതപ്രമാണത്തെ സമീപിക്കുന്ന സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. ക്രിസ്തുമതഛേദനം എന്ന ഗ്രന്ഥത്തിൽ ദ്വേഷബുദ്ധി ദർശിച്ച ഒരു സംശയാലുവിന് ചട്ടമ്പിസ്വാമികൾ നൽകിയ മറുപടി ഇതാണ്: ക്രിസ്തുമതാദർശം അനുസരിച്ച് മാത്രമാണ് ഞാൻ അതിനെ ഛേദിച്ചിട്ടുള്ളത്. എല്ലാത്തിനെയും പരിശോധിക്കണമെന്ന്, നല്ലതിനെ മുറുക്കിപ്പിടിക്കണമെന്നും ഭാരതീയർ ചിന്തിക്കാറുണ്ട്, പറയാറുണ്ടത്. അത് അവരുടെയും നമ്മുടെയും പ്രമാണമാണ്. അതുപോലെ ഞാനും പരിശോധിച്ചു. ഒരു വസ്തുവിന്റെ അന്തർഭാഗത്ത് കിടക്കുന്നവയെ പരിശോധിക്കണമെങ്കിൽ ഛേദിക്കാതെ എന്താ നിവൃത്തി? ബീജം കണ്ടെത്തണമെങ്കിൽ ഫലം പൊട്ടിച്ച് തൊണ്ടുമാറ്റി നോക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. എന്റെ ഛേദനം അധികം ഉപകാരമായി ഭവിച്ചത് അവർക്കാണ്. തന്നെത്താനെ അറിയാൻ അത് പലർക്കും ഉപകാരപ്പെട്ടു എന്ന് ചില ക്രിസ്ത്യൻ സ്നേഹിതന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുമതഛേദനത്തെക്കുറിച്ച് ഇവിടെ നൽകിയിരിക്കുന്ന വിവരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്: ഭാരതത്തിൽ 2005 ആണ്ടിൽ 20% ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സംഘടനകളും മിഷണറിമാരും നിരന്തരം പ്രവർത്തിക്കുമ്പോൾ ഈ സനാതനധർമ്മത്തിന്റെ നന്മ നിറഞ്ഞ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും പരമപവിത്രമായ ഭാരതത്തിന്റെ സാംസ്കാരികവും സംസ്കൃതിയുടെ അന്തർലീനവുമായിരിക്കുന്ന ചൈതന്യത്തെ സംരക്ഷിച്ചുകൊണ്ടും നിരന്തരം പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ഭാരതീയരായ ഹിന്ദുക്കളായ സനാതനധർമ്മത്തിന്റെ അവകാശികളായ നമുക്കെല്ലാവർക്കുമുണ്ട്. യഥാർത്ഥത്തിൽ വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും വേദാംഗങ്ങളും
അതുപോലെ തന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ദർശനങ്ങളും ധർമ്മശാസ്ത്രങ്ങളും സ്മൃതികളുമുള്ള ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് നാം ഏതാണ്ട് എല്ലാവരും തന്നെ അജ്ഞരാണ്. അവയുടെ ആന്തരിക മൂല്യങ്ങളെക്കുറിച്ചും സമകാലീന പ്രസക്തിയെക്കുറിച്ചും അറിയാതെ അവയുടെ നന്മയെക്കുറിച്ച് എങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കുക? അതേ സ്ഥാനത്ത് ഭാരതീയ ചിന്താധാര എന്ന് മാത്രമല്ല, ലോകത്തിലെ പുരാതനമായ ഏതു ചിന്താധാരയിലും കാണുവാൻ സാധ്യതയുള്ള പരിമിതികളും ചില അപക്വങ്ങളായ വസ്തുതകളും കഥകളും തെറ്റിദ്ധരിപ്പിക്കുമാറ് ക്രൈസ്തവർ ഹിന്ദുക്കളുടെ ചെവിയിലേക്ക് ഓതിക്കൊടുക്കുമ്പോൾ സ്വയം തന്റെ ധർമ്മം നീചമാണെന്നും അന്ധവിശ്വാസമാണെന്നും അനാചാരങ്ങളുടെ സമഞ്ജസമാണെന്നും തെറ്റിദ്ധരിച്ച് സ്വയം ഹിന്ദു ധർമ്മത്തെ നികൃഷ്ടമായി ചിത്രീകരിക്കുവാൻ പല പുരോഗമനവാദികളും മുമ്പോട്ട് വരുന്നു. സാധാരണയായി ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ മുമ്പോട്ട് വരേണ്ടവർക്ക് ഉണ്ടായിരിക്കേണ്ട അറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. യുക്തിവാദത്തിന്റെ പേരിലായാലും കമ്മ്യൂണിസത്തിന്റെ പേരിലായാലും ഭൂരിപക്ഷ വർഗീയത എന്ന പേരിലായാലും എല്ലാവിധത്തിലും ഹിന്ദുവാണ് ചാട്ടവാറിന്റെ അടികൊള്ളുന്നത്. മുഹമ്മദ് ഗസ്നിയുടെയും ഗോറിയുടെയും ഖിൽജിയുടെയും തുഗ്ലക്കിന്റെയും ലോഡിയുടെയും അതുപോലെ ടൈമൂറിന്റെയും തുടങ്ങി ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും വാളിനും നിശിതമായ വിമർശനത്തിനും ക്രൂര പ്രവർത്തനങ്ങൾക്കും ഇരയായ ഭാരതീയര് ഹിന്ദുക്കളായിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. സ്വന്തം ദേശത്തിൽ ജസിയ എന്ന മതനികുതി കൊടുക്കേണ്ടി വന്ന ലോകത്തിലെ ഒരേ ഒരു ജനവിഭാഗം ഭാരതീയരായിരുന്നു എന്ന് നാം ഓർക്കണം. ഇതിന് കാരണം നമ്മുടെ ധർമ്മത്തോടുള്ള അജ്ഞത, നമ്മുടെ ഏകഭാവത്തിന്റെ കുറവ്, ഐകരൂപത്തിന്റെ കുറവ്, അതുപോലെ തന്നെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ കുറവ് ഇതെല്ലാമായിരുന്നു. ഇതെല്ലാം മാറി ഭാരതീയ ചിന്താധാരകളെ കുറിച്ചുള്ള അറിവുണ്ടാകണം. അതുപോലെ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന ശക്തികളുടെ പരിധികളും പരിമിതികളും നന്മകളും തിന്മകളും നാം അറിഞ്ഞിരിക്കണം. ഇപ്രകാരം നന്മതിന്മകൾ വിവേചിച്ചറിയാൻ സ്വാതന്ത്ര്യമുള്ള ഭാരതത്തിൽ നമ്മളുടെ എല്ലാ നന്മകളും മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മളെ എതിർക്കുന്നവരെ വസ്തുതകൾ പറഞ്ഞ് അവരിലുള്ള പരിമിതികളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തിൽ നന്മയും തിന്മയും നിറഞ്ഞതാണ് എല്ലാ ചിന്താധാരകളും എന്ന് ബോധ്യപ്പെടുത്തി ഹിന്ദുവിനെ സംരക്ഷിക്കുകയും ഹിന്ദു ധർമ്മത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു പോയ ഓരോ ക്രിസ്ത്യാനിയെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട എല്ലാ കർത്തവ്യങ്ങളും ചെയ്യുകയും വേണം. ചട്ടമ്പി സ്വാമിമാരും നാരായണ ഗുരുക്കന്മാരും അതുപോലെ ഇന്ന് നിരന്തരമായി പ്രവർത്തിക്കുന്ന അനവധി ധാർമ്മിക ആചാര്യന്മാരുടെയും ചിന്താധാരകൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാവും. അവരുടെ പരിശ്രമത്തിൽ നിന്ന് ചിരപുരാതനമായ നിത്യനൂതനമായ ഭാരതീയ ധർമ്മം ലോകത്തിന് മുഴുവനും വിളക്കായിക്കൊണ്ട് വർത്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, നിലനിൽക്കുന്നു. അത് ഇനിയും നിലനിൽക്കുക തന്നെ ചെയ്യും. യഥാ യഥാചി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ പ്രപഞ്ച ചൈതന്യം തന്നെ അതിനെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് അവതരിക്കുമെന്ന് ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി. നാം എല്ലാം അപ്രകാരമുള്ള അവതാരങ്ങളുടെ അംശമായി തീരണം. ഈ ധർമ്മത്തെ സംരക്ഷിക്കപ്പെടണം. കഴിഞ്ഞ തലമുറ വരെ ഏത് അക്രമങ്ങൾക്കും അനീതികൾക്കും തല ചായ്ക്കാതെ, മുട്ടുകുത്താതെ, തലകുനിക്കാതെ ഈ ധർമ്മത്തെ സംരക്ഷിച്ചു വന്ന നമ്മളുടെ പൂർവപിതാമഹന്മാർ നമ്മൾക്ക് കൈമാറിത്തന്ന ഈ ദീപശിഖ അടുത്ത തലമുറയ്ക്ക് നൽകുവാൻ നമുക്ക് സാധിക്കണം. ഓരോ വീട്ടിലെയും കുടുംബാംഗങ്ങൾ, അച്ഛനും അമ്മയും കുട്ടികളും ഭാരതീയ ധർമ്മങ്ങളെക്കുറിച്ച്, ചിന്താധാരകളെക്കുറിച്ച്, വസ്തുതകളെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ച് ഇരുന്ന് പഠിക്കണം. പഠിച്ചത് പഠിപ്പിക്കണം. നമുക്കും ആ കർത്തവ്യമുണ്ട്. ഇത് മറ്റാരെങ്കിലും ഏറ്റെടുക്കുമെന്ന് ധരിച്ച് ആരുടെയെങ്കിലും ചുമലിൽ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു മാറേണ്ട ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ചിന്താധാരകളെ സ്ഥിരമായി, അചഞ്ചലമായി, അത്യുജ്വലമായി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹിന്ദു ധർമ്മവും ഭാരതീയ സംസ്കാരവും നീണാൾ വാഴട്ടെ. അതിന് നിങ്ങൾക്ക് ജഗദീശ്വരാനുഗ്രഹമുണ്ടാകട്ടെ.
കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഉത്സാഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത പ്രണാമം. സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാത് ഭയാപഹാത് എന്ന് എപ്പോഴും ഓർക്കുക.